തീപിടിച്ച കമ്പ് കത്തിത്തീർന്നാലും അത് പകർത്തിയ തീ ആളി പടർന്നുകൊണ്ടേയിരിക്കും. ചിന്തയുടെ അഗ്നിബാധയ്ക്ക് അങ്ങനെ ഒരു ആത്മനാശത്തിൻ്റെ വിത്തുണ്ട്. ചിന്തയിൽ നിന്ന് പകർന്നു കൊടുത്ത നല്ല വശം എന്നും നിലനിൽക്കും, പറഞ്ഞയാൾ ഇല്ലാതായാലും. ഇതൊരു സാഫല്യമാണ്. ചരിത്ര ജീവിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൊഫസർ എം.എൻ. വിജയൻ മാഷിൻ്റെ വാക്കുകളാണിത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറം പറ്റിയ വാക്കുകൾ. 2007 ഒക്ടോബർ 3-ാം തീയതിയാണ് അത് സംഭവിച്ചത്. കേരളത്തിൻ്റെ സാമൂഹ്യ ചിന്തയുടെ ഒരേട് അവിടെ അവസാനിച്ചു. മലയാളത്തിലെ പ്രശസ്തനായ പ്രൊഫസർ എം.എൻ. വിജയൻ്റെ വിടവാങ്ങലായിരുന്നു അത്. അത്രമേൽ ഹൃദയസ്പർശിയായിരുന്നു അത്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ഓരോ ആകുലതകളും പലരിൽ നിന്ന് വരുമ്പോഴും വിജയ മാഷ് ഉറപ്പിച്ച് പറഞ്ഞു, ഈ വേദനകളിൽ ആണ് ശരി, സന്തോഷങ്ങളിലല്ല. അവിടെ ചിന്തകൾ തൻ്റെ ഉയിരെടുക്കുമെന്ന അറിവായിരുന്നു മാഷിന്. കൊടുങ്ങല്ലൂരിനടുത്ത് ലോകമല്ലേശ്വരം എന്ന ഗ്രാമത്തിൽ ജനിച്ച ആ ജീവിതയാത്ര കണ്ണൂരാണ് കൂടുതലും ചിലവഴിച്ചത്. പ്രസിദ്ധമായ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ മലയാള വിഭാഗത്തിൻ്റെ നേതൃത്വം മാഷിനെ കേരളത്തിലെവിടെയും സ്വീകാര്യനാക്കി. പലർക്കായി പകർന്നു നൽകിയ വാക്കുകളും പ്രഭാഷണങ്ങളും കേരളം കേട്ടുനിന്നു. അതിനൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. ഇടതുപക്ഷമാണ് എൻ്റെ മനുഷ്യപക്ഷമെന്ന നിലപാട്. യോജിച്ചും വിയോജിച്ചും നിന്നവരെയും മാഷ് വെറുപ്പോടെ കണ്ടില്ല. ആ വാക്കുകളാണ് അതിന് സാക്ഷി. എങ്ങനെയും വിമർശിച്ചോട്ടെ, വിരോധമില്ല. ഒരലക്കുകല്ലിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് വെളുത്ത വസ്ത്രങ്ങളെ, അഴുക്കുകളില്ലാത്ത വസ്ത്രങ്ങളെ സൃഷ്ടിക്കുക. അതുകൊണ്ട് അലക്കുകൾ എത്രയായാൽ അടികിട്ടിയാലും കുലുങ്ങുകയില്ല. വിജയൻ മാഷ് ഇത് പറഞ്ഞു നിർത്തുമ്പോഴും പലർക്കും ഓർമ്മയിൽ കയ്യോട് ചേർത്ത് ആ വാക്കുകൾ നിലനിൽക്കും. പഠനകാലത്ത് പ്രസിദ്ധമായ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും തീർത്തെങ്കിലും മദ്രാസ് കോളേജിലാണ് മലയാളം മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കിയത്. നടന്നുപോയ ഓരോ വഴിയും ഓർത്തെടുക്കുന്ന എം.എൻ. വിജയൻ എന്ന പഠിതാവ് സിനിമാ ലോകത്തെ അയൽപക്കമായിരുന്നു അന്ന്. ശിവാജി ഗണേശൻ്റെയും ജമിനി ഗണേശൻ്റെയും അയൽപക്കം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് പടിയിറങ്ങുന്ന തമിഴ് സിനിമയുടെ കേൾവിക്കാരനായിരുന്നു എം.എൻ. വിജയൻ. 1952 മദ്രാസ് ന്യൂ കോളേജിൽ അധ്യാപകനായ വിജയൻ മാഷ് പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും വന്നെത്തി. മാഷ് അവിടെ മലയാളം ലെക്ചറായി തുടർന്നു പോന്നു. 1960 കണ്ണൂർ തലശ്ശേരി ചരിത്രപ്രസിദ്ധമായ ബ്രണ്ണൻ കോളേജിൽ മലയാള അധ്യാപകനായ പ്രൊഫസർ എം.എൻ. വിജയൻ അധ്യാപക ജീവിതം പൂർത്തിയാക്കി ഇറങ്ങിയ 1985 വരെ അതിൻ്റെ തലവനും മാർഗദർശിയുമായിരുന്നു. നല്ല കേൾവിക്കാരനായിരുന്ന മാഷിനെ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകനാക്കി മാറ്റി. പിന്നെ മനുഷ്യനും സമൂഹവുമെന്ന ലളിത കാഴ്ചപ്പാടിനെ സംവാദങ്ങൾക്കുള്ള തുറന്ന വേദിയാക്കി എം.എൻ. വിജയൻ മാഷ്. ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും ഈ കൊച്ചു കേരളത്തിലും ചുറ്റിത്തിരിഞ്ഞു. അതിൽ പ്രധാനമായിരുന്നു ഇടത് കമ്മ്യൂണിസ്റ്റ് ചിന്തകർ നേരിൽ പറഞ്ഞിരുന്ന USSR എന്ന സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. 1991 മിഖായിൽ ഗർബച്ചേവ് എന്ന ആഗോളവൽക്കരക്കാരൻ്റെ കടുത്ത നിലപാടിൽ ആ രാജ്യം 16 ചെറു രാജ്യങ്ങളായി ചിഹ്നിച്ചിതറി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചിന്തകളിൽ ഇളക്കമുണ്ടാക്കാൻ ഈ തകർച്ച കാരണമായി. വൈരുദ്ധ്യങ്ങളുടെ ഏറ്റുമുട്ടൽ പല രീതിയിൽ പുറത്തു വന്നു. അതിൽ നല്ലതും ചീത്തയും കൂടിക്കലർന്നു. കേരളത്തിലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു വിജയൻ മാഷ് അന്ന്. CPMൻ്റെ ദേശാഭിമാനി ആഴ്ചപ്പതിപ്പ് പത്രാധിപരുമായിരുന്നു അദ്ദേഹം. അക്കാലത്ത് പാർട്ടിക്കുള്ളിലെ പാർട്ടിയായ ഉൾപാർട്ടിയിൽ പടലപ്പിണക്കങ്ങൾ കവചം ഭേദിച്ച് പുറത്തു വന്നു തുടങ്ങി. ഇടതു പാർട്ടി അനുഭാവിയായ വിജയൻ മാഷിന് ഇവിടെ നിലപാടെടുക്കേണ്ടി വന്നു. അവിടെ നിന്ന് പടിയിറങ്ങിയ എം.എൻ. വിജയൻ മാഷ് സമാന്തര ശ്രേണികളിലെ പ്രഭാഷകനായി മാറി. ചിന്തകളുടെ തീക്കാറ്റാണ് പിന്നെ കേരളം നേരിൽ കണ്ടത്. മനുഷ്യരിലേക്കുള്ള, മനുഷ്യത്വത്തിലേക്കുള്ള ദൂരം പലവിധം ചർച്ച ചെയ്യപ്പെട്ട കാലം. CPM അതുവരെ പാർട്ടിയിൽ പിടിച്ചു നിർത്തിയിരുന്ന നിലപാടുകൾ പലതും വിഭാഗീയതകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. 30 വർഷം കൈപ്പിടിയിൽ നിർത്തിയ ഒരു സംസ്ഥാനം ഒറ്റ രാത്രി കൊണ്ട് തകർന്നറിയുന്നത് കേരളം ഞെട്ടലോടെ കണ്ടറിഞ്ഞു. നന്ദിഗ്രാം എന്ന പശ്ചിമ ബംഗാൾ ഗ്രാമത്തിലെ ഏറ്റുമുട്ടൽ ജീവൻ മാത്രമല്ല പ്രത്യയശാസ്ത്രവും മുൻമുനയിലാക്കി.
അതിൻ്റെ അലയൊലി കേരള രാഷ്ട്രീയത്തിലും കുന്തമണിയായി. പക്ഷങ്ങളുടെ വലതുപക്ഷ പാട്ടുകാർ ഇതിനെ സംഘഗാനമാക്കി മാറ്റി. ഇവിടെ എം.എൻ. വിജയൻ പത്രാധിപത്യം പഠിപ്പിച്ച പാഠം എന്ന മാസിക തുറന്നുവച്ച ജനകീയ കാഴ്ചപ്പാടുകൾ രണ്ട് പക്ഷമുണ്ടെന്ന് കേരളത്തിൽ ഉറപ്പിച്ചു. ഈ സങ്കീർണതയ്ക്കൊടുവിലാണ് മാധ്യമ പ്രവർത്തകരെ കാണാൻ വിജയൻ മാഷ് പിന്തുണ നൽകിയത്. എന്നാൽ സമ്മേളന ദിവസം തന്നെ കടുത്ത പനിയിൽ അവശനായ വിജയൻ മാഷ് എത്തില്ല എന്ന വാർത്ത രാവിലെ മാധ്യമങ്ങൾക്കിടയിൽ പടർന്നിരുന്നു. ഇച്ഛാശക്തിയുടെ ആൾരൂപം പോലെ പ്രൊഫസർ എം.എൻ. വിജയൻ എന്ന മാധ്യമ സൗഹൃദം 11 മണിക്ക് പ്രസ് ക്ലബിൽ ഹാജരായി. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, അവശത മറന്ന മറുപടി നൽകി മാഷും കൂടെ കൂടി. ഇതിന്റെ തുടർച്ചയിലാണ് മിന്നിമറയുന്ന വിജയൻ മാഷിന്റെ സഹചാരി സുധീഷ് മാഷും മാധ്യമ പ്രവർത്തകരും ഞെട്ടലോടെ കണ്ടത് മാഷ് മയങ്ങി വീഴുകയാണ്. എം.എൻ. വിജയൻ എന്ന ജനകീയ മുഖത്തിന്റെ കണ്ണ് ഇവിടെ അടഞ്ഞു. ഇവിടെ ആ വാക്കുകൾ ഉയർന്നു കേൾക്കാം. ചിന്തയുടെ അഗ്നിബാധയിൽ ആത്മനാശത്തിന്റെ വിത്തുണ്ടെന്ന വിജയൻ മാഷിന്റെ മുൻവിധിക്ക് കൈകൂപ്പി നിൽക്കാനേ കഴിയൂ. അത്രമേൽ കൃത്യമായി ജീവിതത്തിൽ പോകാൻ പരിശ്രമിച്ച മനുഷ്യസ്നേഹി. ഒരു പ്രവചനത്തിന് ജീവിതം മുന്നോട്ട് വെച്ചത് ഇന്നും ഞെട്ടലുളവാക്കും. പക്ഷേ ശരീരം മാത്രമാണ് എം.എൻ. വിജയൻ്റെതായി മലയാളത്തിന് നഷ്ടമായിട്ടുള്ളത്. ഇപ്പോഴും ആ വാക്കുകളും പ്രവൃത്തിയും തലമുറകൾ ശിരസാവഹിക്കുക തന്നെ ചെയ്യും. കാരണം ജീവിതത്തോട് അത്രമേൽ സത്യസന്ധനായിരുന്നു കേരളത്തിൻ്റെ പ്രഭാഷക ശബ്ദമായിരുന്ന എം.എൻ. വിജയൻ.